ഫ്രണ്ട്സ്, ഇതാണ് വോൾട്ട് മീറ്റർ. ഇതെൻ്റെ ബുള്ളറ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഈ ബുള്ളറ്റ് വാങ്ങിയ 2005 തൊട്ടിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. ഇതെൻ്റെ അംബാസഡറിലുണ്ട്. ഇതിപ്പോൾ ചാവി ഓഫ് ചെയ്യുമ്പോഴത്തെ കണ്ടീഷനാണ്. ചാവി ഓൺ ചെയ്താൽ 12+ ആയിട്ട് നിൽക്കുന്നു എന്ന് വെച്ചാൽ വണ്ടിയുടെ ബാറ്ററി കണ്ടീഷനാണ്. പ്ലസ്സിൽ നിൽക്കുന്നത് വെച്ചാൽ 12+ ആയിട്ട് നിൽക്കുന്നത് വെച്ചാൽ ബാറ്ററിയുടെ കണ്ടീഷനാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഞാനിതിൻ്റെ പാർക്ക് ലൈറ്റ് ഇടുകയാണ്. പാർക്ക് ലൈറ്റിൻ്റെ ലൈറ്റുകളിലെ 2 ലൈറ്റുകളുടെ കൺസെപ്ഷനാണ് കാണിക്കുന്നത്. അത്രയും ഡിസ്ചാർജ്. ഇനി ഞാനിപ്പോൾ ഇതിൻ്റെ ബ്രൈറ്റ് കണ്ടീഷനിൽ 100 വാട്ട്സ് ബൾബാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. എൻ്റെ ഇതിൽ ഈ വണ്ടി ഇപ്പോൾ റണ്ണിങ് കണ്ടീഷനിലല്ല, ഓടുന്ന കണ്ടീഷനിലല്ല നിൽക്കുന്നത്, ഓഫായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇനി ഹെഡ്ലൈറ്റ് 100 വാട്ട്സിൻ്റെ ബ്രൈറ്റ് ഇടുമ്പോഴുള്ള ഡിസ്ചാർജ്, അതായത് ബാറ്ററിയിൽ നിന്ന് നമ്മുടെ കറണ്ട് എടുക്കുന്നതാണ് ഈ കാണിക്കുന്നത് 12 മൈനസ്. ഇതിപ്പോൾ മൈനസ് കാണിക്കുന്നത് എൻജിൻ ഓഫാണ്, അതുകൊണ്ടാണ് ഇത് വരുന്നത്. ഇനിയിപ്പോൾ ഞാനത് ഡിമ്മടിക്കുകയാണ്. ഡിമ്മടിക്കുമ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ ഒരു ഡിഫ്ലക്ഷൻ വ്യത്യാസം വരുന്നുണ്ട്. ഡിമ്മ് ബ്രൈറ്റ് അങ്ങനെ മാറ്റങ്ങൾ വരുന്നത് ഓഫിലായതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം വല്ല ഹോണടിക്കുകയാണെങ്കിൽ കാണുന്ന ഡിസ്ചാർജ്, ഹോണടിക്കുമ്പോഴത്തെ ഡിഫറൻസാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ചാർജ് കയറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയല്ല, എൻജിൻ ഓഫാണ്. ഇനി നമുക്ക് വേറെ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഓരോന്നൊക്കെ കാണുമ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴാണ് കൂടുതലായി ഡിഫ്ലക്ഷൻ വരിക. ഇപ്പോൾ ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററും കൂടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പാർക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചാർജ് ഇത്രയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഞാനിതൊക്കെ ഓഫ് ചെയ്യാണ്, ലൈറ്റ് ലോഡൊക്കെ ഓഫ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും ഇത് 12+ ആയിട്ട് നിൽക്കുന്നു. ഇതാണ് വോൾട്ട് മീറ്ററിൻ്റെ ഗുണം. ഇനി നമ്മളെപ്പോഴെങ്കിലും ഇതിന് ഇപ്പോൾ ഞാനിത് പാസ് അടിക്കുകയാണ്, നമ്മുടെ മഞ്ഞ സ്വിച്ച് ചെയ്ത പാസ് അടിക്കുമ്പോൾ വരുന്ന റിഫ്ലക്ഷൻ ഇത്രയേ ഉള്ളൂ. ഇനി ചാർജിങ്ങിൽ ഈ സാധനം ശരിക്ക് 14 വോൾട്ട് വരെ കാണിക്കുക. അതാണ് അതിൻ്റെ പ്രത്യേകത.